സാറില്ല സാറേ പോട്ടെ, എല്ലാം ശരിയാവും. എന്ത് ശരിയാവും? കൂൾ കൂൾ. അല്ല മുഖത്തൊരു വൈക്ലഭ്യം, അതുകൊണ്ടോണ്ട് ചോദിച്ചതാ. ക്ലബ് ഒന്നുമല്ല ചെയ്യുന്നത്, ഇത് റെസ്റ്റിംഗ് സാഡ് ഫേസ് ആണ്. എന്ത് സാധനം? ചില ആൾക്കാരുണ്ടല്ലോ വെറുതെ ഇരിക്കുമ്പോഴും ഒരു സങ്കടത്തിന്റെ ഫീൽ ഉണ്ടാവും. അത് അവര് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടല്ല. നമ്മുടെ വായിക്ക് കിട്ടുന്ന കുറച്ച് മസിൽസ് ഉണ്ട്, ചിലത് വായന മുകളിലേക്ക് ആക്കും, ചിലത് അടിയിലേക്ക് ആക്കും. ഈ അടിയിലേക്ക് ആക്കുന്ന മസിൽസിന്റെ കുറച്ച് ആക്ഷൻ കൂടുകയോ അല്ലെങ്കിൽ പ്രായം കാരണം ഒരു വെയിറ്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഈ രണ്ട് സൈഡും ഡ്രൂപ്പ് ചെയ്യും. അപ്പൊ കാണുന്ന ആൾക്കാർക്ക് ഒരു സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു ഫീലിംഗ്, അല്ലാണ്ട് അത് സങ്കടപ്പെട്ടിരിക്കുന്നതല്ല. അപ്പൊ ഇത് മാറ്റാൻ പറ്റൂല? അത് ആക്ച്വലി മാറ്റാൻ പറ്റുമായിട്ട് നമ്മുടെ ഈ മസിലിന്റെ ആ ഒരു പവർ ഉണ്ടല്ലോ, ആ സ്ട്രെങ്ത് ഒന്ന് കുറച്ച് കുറയ്ക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ രണ്ട് സൈഡും കുറച്ച് മുകളിലേക്ക് പോകും. അപ്പൊ ഒരു ഹാപ്പി ഫേസ് കിട്ടും. അതിനെ നമുക്ക് ചെയ്യാനുള്ളത് സർജറി ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ബോട്ടോക്സ് ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. ആ ഇഞ്ചക്ഷൻ ഒരു 2 യൂണിറ്റോ അല്ലെങ്കിൽ മാക്സിമം 4 യൂണിറ്റോ ഓരോ സൈഡിലും ഇങ്ങനെ ഒറ്റ ഇഞ്ചക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ മസിൽ കുറച്ചൊന്ന് വീക്കാവും. വീക്കായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ആക്ഷൻ കുറയുകയും മുകളിലത്തെ മസിൽസിന്റെ ആക്ഷൻ കാരണം ഇത് മുകളിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ ഒരു പ്ലസന്റ് ഹാപ്പി അപ്പിയറൻസ് കിട്ടും. അപ്പൊ ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കേ വേണ്ട? അങ്ങനെയല്ല, ബോട്ടോക്സിന്റെ ഒരു ലൈഫ് ഉണ്ട്. ബോട്ടോക്സ് യൂഷ്വലി 4 to 6 months ഒക്കെയാണ് അതിന്റെ എഫക്ട് നിൽക്കുക. അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് പണ്ടത്തെ പോലെയാവും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ 6 months കൂടുമ്പോൾ അത് വർഷത്തിൽ 2 പ്രാവശ്യം ആ ഇഞ്ചക്ഷൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷെ ഇതൊരു ചെറിയ ഇഞ്ചക്ഷനാണ്, വന്ന് ഇഞ്ചക്ട് ചെയ്ത് അപ്പൊ തന്നെ തിരിച്ച് വീട്ടിൽ പോകാം. ഒരു ഡൗൺ ടൈം ഇല്ലാത്തൊരു പ്രൊസീജിയറാണ്. അതുകൊണ്ട് ആൾക്കാർ അത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത് മാത്രം. സിമ്പിൾ ആലോ, ദാറ്റ്സ് കൂൾ. സോ അങ്ങനെയാണെങ്കിൽ സാറിന് ഇതൊന്ന് ട്രൈ ചെയ്യാലോ.